അതുകൂടാതെ ഇൻഷലുള്ള പാമ്പുകളും ഉണ്ടേ. ഇഞ്ചുള്ള പാമ്പോ? പിന്നെ അതേത് പാമ്പ് ഇഞ്ചുള്ള പാമ്പ്? മൂർഖൻ, ചങ്കുവരയൻ, മോതിരവളയൻ. അതെങ്ങനെ? ഇതിന്റെയൊക്കെ അവസാനം എന്നാ? എന്നെ എടാ ഈ എന്നാന്ന്. എന്നെ ഇപ്പഴാ മനസ്സിലായി. എന്നാ നമുക്ക് പാമ്പിനെ പിടിക്കാം. അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോക്കിയേ, ഈ പാമ്പ് പടം പൊഴിക്കാന്ന് പറയത്തില്ലേ, ഈ ശരിക്കും ഈ പാമ്പ് പടം പൊഴിക്കുവോ? എന്റെ പൊന്നുമോനെ, പാമ്പ് പടം പൊളിക്കത്തില്ല. ഇവിടുത്തെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുണ്ട്. അമ്മ രാവിലെ കെട്ടിയെടുത്ത് തിയേറ്ററിലേക്ക് കയറും. എന്നിട്ട് പറയും ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫിന്റെ പഞ്ച് പോരാ, ടൈറ്റിൽ ചെറുതായി പോയി, ക്ലൈമാക്സ് പണ്ടാരണങ്ങി പോയി. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ് പടം പൊളിക്കുന്നത്. അല്ലാതെ പാമ്പ് പടം പൊളിക്കോ? ആ പടം പൊളിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാമ്പിന് തൊലി ഉരുന്ന കാര്യം. ഒലിയിരുന്ന കാര്യമോ? ഈ പാമ്പിനെ പിടിച്ചു പുറത്തേക്ക് ഇറക്കുമ്പോ നാട്ടുകാരെ വർത്താനം കേൾക്കണം, നമ്മുടെ തൊലിയാണ് ഉരിഞ്ഞു. ഈ ഓരോ ജീവികളെ എടുത്ത് വെക്കുവാണെങ്കിൽ അവരെല്ലാം കൂട്ടം കൂടിയാണ് വരുന്നത്. പക്ഷെ ഈ പാമ്പ് മാത്രം ഒറ്റയ്ക്കാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? നിനക്ക് പാമ്പ് ഒറ്റയ്ക്കൊന്നും സഹിക്കുന്നില്ലല്ലേ? പിന്നെ അതെല്ലാം കൂടെ കൂട്ടത്തോടെ വന്നിട്ട് വേണം എന്റെ നെറുകം തലയ്ക്ക് കൊത്താൻ.